ഹായ് മച്ചാമാരെ, ഇന്നത്തെ നമ്മുടെ യാത്ര പൂപ്പാറയിലേക്കാണ്ട. എപ്പോഴും നമ്മൾ മൂന്നാർ, വട്ടവട ആ സൈഡൊക്കെയാണ് പിടിക്കാറ്. ഇന്ന് വെറൈറ്റി ആയിട്ട് പൂപ്പാറ പിടിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് ചോദിച്ചായിരുന്നില്ല, ഈ വട്ടവട എല്ലാവരും ഒന്ന് മാറ്റി പിടിക്കും ബ്രോ. വട്ടവടയിൽ ഇപ്പോൾ ഭയങ്കര ക്രൗഡാണ്, എല്ലായിടത്തും ഈ പോലെ സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ്, ഇപ്പോൾ ഭയങ്കര റഷാണ്. വട്ടവട ഷോ പോയി തുടങ്ങി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് വട്ടവട പോലെ തന്നെ നമുക്ക് ഈ മീശപ്പുലിമലയും കൊളുക്കുമലയും എല്ലാം കാണാൻ പറ്റുന്ന ഒരു കിടിലൻ വ്യൂ പോയിന്റിലാണ്ട. അവിടെ ടെൻ്റ് അടിച്ച് കിടന്ന എങ്ങനെ ഉണ്ടാവും, അവിടുത്തെ ഒരു ക്യാമ്പിംഗ് സൈറ്റിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര കേട്ടോ. അധികം ക്രൗഡില്ലാത്തൊരു ഏരിയയാണ്, പൂപ്പാറയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മുടെ യാത്ര തുടങ്ങുന്നത് കൊച്ചിയിൽ നിന്നാണ്. ഇപ്പോൾ സമയം 10 മണി കേട്ടോ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ 4 പേരായിട്ട് കണ്ടു പോണത്. എല്ലാവരും വന്നിട്ടുണ്ട്, എല്ലാവരും പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ പൂപ്പാറ എത്തിയിട്ട് കാണാം കേട്ടോ. ഗൈസ്, ഇപ്പോൾ പെരുമ്പാവൂർ എത്തിയിട്ടാ. 122 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് പൂപ്പാറയിലേക്ക്. ഇപ്പം നമ്മൾ പൂപ്പാറ എത്തി. പൂപ്പാറയിൽ നിന്ന് ചെറുതായിട്ട് ഉള്ളിലോട്ടുള്ളൊരു വഴിയിലാണ് കേട്ടോ. ഒരു മലയുടെ മേളിലാണ് ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഫുഡൊക്കെ നമ്മൾ തന്നെ വെച്ച് കഴിക്കാനുള്ള പരിപാടിയാണ്. അവിടെ വെച്ച് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സോ കുക്ക് ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി നമ്മുടെ ഫ്രണ്ട്സ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, ഈ വട്ടവടയിലെ തിരക്കിൽ നിന്നൊക്കെ മാറി നൈസായിട്ടൊരു പ്രോപ്പർട്ടി എന്നെ പരിചയപ്പെടുത്തുക ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേര്. സോ വട്ടവടയിലും ഇപ്പോൾ ടോപ്പ് സ്റ്റേഷനിലൊക്കെ ഇപ്പോൾ നിറച്ചും ഈ ക്യാമ്പിങ്ങും ഈ പറഞ്ഞ പോലെ മഡ് ഹൗസും മൊത്തം തിരക്കാണല്ലോ. അപ്പോൾ ഈ പൂപ്പാറ മൂന്നാറിന്ന് ജസ്റ്റ് ഒരു ഗ്യാപ്പ് റോഡ് വഴി കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തണം. നമ്മുടെ പൂപ്പാറയിൽ സൈലൻ്റായി കിടക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതിലൊരു സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകണം കേട്ടോ. ഒരു മലയുടെ മേളിൽ ഒരു നല്ല അടിപൊളി ക്യാമ്പിംഗ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഇന്ന്. എന്തായാലും മേളിലെത്തിയിട്ട് നിങ്ങൾ ലൈവായിട്ട് കാഴ്ചകളാണ് കേട്ടോ. നോക്കട്ടെ, സൈഡ് നോക്കട്ടെ. നമ്മുടെ വണ്ടി കയറി പോണോ. ഞങ്ങൾ സ്റ്റേയിൽ വന്ന് ഒന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു മലയിലേക്ക് വലിഞ്ഞു കയറിക്കൊണ്ടിരിക്കണേ കേട്ടോ. സ്റ്റേയുടെ കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ കാണിച്ചു തരാം കേസ്. നമുക്ക് ഇപ്പം മേളിൽ കയറിയില്ലെങ്കിൽ ഇരുട്ടാവും. സോ ഞങ്ങൾ വന്നപ്പോൾ തന്നെ മേളിലോട്ട് പെടഞ്ഞ് കയറിയിട്ടാ. ദേ ഇതാണ് സ്റ്റേ ആയിട്ടാണ് വന്നത്. സ്ഥലം നോക്കിയാൽ നിങ്ങൾ എന്നാ വൈബാന്ന് ഗൈസ്. ഇവിടെ നോക്കിയാൽ ആനയിറങ്ങൽ ഡാമിൻ്റെ ആ വ്യൂവും അങ്ങ് ദൂരെ ആ മഞ്ഞൊന്നും മൂടിയില്ലായിരുന്നെങ്കിൽ മീശപ്പുലിമലയും കൊളുക്കുമലയും എല്ലാ മലകളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റൂട്ടാ. അവിടെ മോനെ ഗൈസ്, അവിടെ നിന്ന് അക്കാത്തങ്കച്ചിപ്പാറേൻ്റെ അവിടെ നിന്ന് കുറച്ചിങ്ങനെ ട്രക്ക് ചെയ്ത് വരുമ്പോൾ ഒരു കിടിലൻ വ്യൂ പോയിന്റ് കൂടി ഉണ്ട് ഇവിടെ. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത വ്യൂ പോയിന്റ് ഇടാ. സൂപ്പർ. ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് അതെ ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടാ. ഇന്നിപ്പോൾ രാവിലെ എണീറ്റപ്പോൾ നമ്മുടെ അജിത്ത് ബ്രോയും ഉണ്ട്, ഇവിടെ അബി ബ്രോയും ഉണ്ട്. അവർ നമുക്ക് കാഴ്ചകൾ കാണിച്ചു തന്നെ കേട്ടോ. ചെറിയ സൗണ്ട് ഉണ്ടാവും. ഇവിടെ മോട്ടർ ഓൺ ആക്കിയിട്ടേക്കണാണ്, ജനറേറ്റർ ഓൺ ആക്കിയിട്ടേക്കണാണ്. അതിൻ്റെ ചെറിയ സൗണ്ട് ഉണ്ടാവും കേട്ടോ. ഇത് ആ കാണുന്ന മല കണ്ട, അതാണ് നമ്മുടെ സൂര്യനെല്ലി. തൊട്ടിപ്പുറത്ത് കാണുന്നത് മീശപ്പുലിമല, ഇപ്പുറത്ത് ചൊക്രമുടി, ആനമുടി, ഫാൻറ്റം റോക്ക്. അങ്ങനെ എല്ലാ കാഴ്ചകളും നമുക്ക് ഈ സ്റ്റേയിൽ വന്നാൽ കാണാൻ പറ്റും കേട്ടോ. ഇതെൻ്റെ പുതിയൊരു അറിവാണ്. ഇവിടെ വന്നപ്പോൾ രാവിലെ എണീറ്റപ്പോൾ കാഴ്ച കണ്ടപ്പോഴാണ് ഞാൻ കിളി പറഞ്ഞത്. ഇന്നലെ വന്നപ്പോൾ ഇത് ഫുള്ള് മൂടി കിടക്കണമായിരുന്നു, കോടമഞ്ഞ് മൂടി കിടക്കണമായിരുന്നു. ഇപ്പോൾ രാവിലെ എണീറ്റപ്പോൾ നമുക്ക് ഫുള്ള് ക്ലിയർ സ്കൈ ആയിട്ടാ. ഇവിടെ 25 പേർക്കോളം സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇതേപോലത്തെ കേബിൻ സ്റ്റേകളും ടെൻറ്റ് സ്റ്റേകളുമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ആനയിറങ്ങൽ ഡാമാണ് ഇത്. നമ്മുടെ അരിക്കൊമ്പനും ചക്കക്കൊമ്പനൊക്കെ ഓടി നടന്ന സ്ഥലമാണ് ഇതൊക്കെ. ചക്കക്കൊമ്പൻ ഇപ്പോഴും ഉണ്ട്, അരിക്കൊമ്പനെ നാട് കടത്തി. സോ ആനകളുണ്ടാവും, എല്ലാം നിങ്ങൾക്ക് ലക്ക് പോലെ ഇരിക്കും. എല്ലാത്തിനെയും നമുക്ക് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ കാണാൻ പറ്റും, എല്ലാം ലക്കാണ്. വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ കയറി ഇരിക്കാട്ടോ, ദൈവൻ ഇരിക്കണ പോലെ. സൂപ്പറായിരുന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ അടിച്ച് പൊളിച്ച് കണ്ടാ. ഈ വട്ടവടയും മറയൂർ, മൂന്നാർ ആ ഭാഗത്തു നിന്നൊക്കെ ഒഴിഞ്ഞു മാറി കുറച്ച് അകലെ ഗ്യാപ്പ് റോഡ് വഴി പൂപ്പാറയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന മലകളെല്ലാം ഒരുമിച്ച് കണ്ടുകൊണ്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കേട്ടോ. എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എല്ലാ തിരക്കിൽ നിന്നും മാറി ശാന്തമായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരട്ടാ, സൂപ്പറാണ്. മീശപ്പുലി പോലെ ഇരിക്കണുണ്ടോ?
കൊളുക്കുമല. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തേയിലത്തോട്ടമാണിത്. സൂര്യനെല്ലി. ഈ എല്ലാ കാഴ്ചകളും നമുക്ക് ഇവിടെ നിന്ന് കാണാട്ടാ. ആനയിറങ്ങൽ ഡാം. ഇതാണ് നമ്മുടെ റിസോർട്ട്, വൈൽഡ് മിസ്റ്റ് റിസോർട്ട് ഇട്ടാ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വന്ന് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. 25 പേർക്കോളം സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് കേട്ടോ ഇവിടെ. ഇപ്പോൾ മൂന്നാറിലെ ഈ കണ്ട മലകളെല്ലാം കണ്ടുകൊണ്ട് ഈ അക്കാത്തങ്കച്ചി പാറയിൽ ട്രെക്ക് ചെയ്ത് നല്ലൊരു കിടിലൻ വൈബ് ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ആഘോഷിക്കാനാണ് നിങ്ങൾ ഈ ന്യൂ ഇയർ തീരുമാനിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോ. വൈൽഡ് മിസ്റ്റ് റിസോർട്ടിലേക്ക് ബുക്ക് ചെയ്തോട്ടാ. നിങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടി അബി ബ്രോയും അജിത്ത് ബ്രോയൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് ആനേനെ സ്പോട്ട് ചെയ്തിട്ടാ ബൈനോക്കുലർലി. നേരെ തൊട്ട് താഴെ ആ തേയിലത്തോട്ടം പോലെ ഉണ്ടോ? അതിനോട് റൈറ്റ് സൈഡ്, കറക്റ്റ് റൈറ്റ് സൈഡ്. ഒറ്റ കൊമ്പനടിക്കുന്നു. ഒറ്റ കൊമ്പനാണോ? ഒറ്റ കൊമ്പൻ. ഗൈസ് ഈ മരത്തിൻ്റെ ഇടയിൽ നിൽക്കണ്ട കേട്ടോ. പക്ഷേ അവൻ പുറത്തേക്ക് വന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഞാൻ ഇത്ര സൂം ചെയ്താണല്ലോ എടുക്കണം. ഇത് ഈ സ്പോട്ട് ഉണ്ടോ? വരെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ സമയമായിരിക്കുന്നു. ഇവിടെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിട്ടാ. പിന്നെ ഈ കാണുന്ന മലകളെല്ലാം ഇങ്ങനെ വരച്ച് വെച്ചേക്കണമല്ലോ. ഒരു ദിവസം വന്ന് ഇങ്ങനെ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാൻ പറ്റിയ ഒരു കിടിലം പ്രോപ്പർട്ടിയാണ് ഇത്. പറഞ്ഞ പോലെ മേളിൽ അക്കാത്തങ്കച്ചി പാറയിൽ പോയി ഒരു ദിവസം അവിടേക്ക് ഒന്ന് കറങ്ങി ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് ഈ കാണുന്ന മലകൾ ആനമുടി, ചൊക്രമുടി, ഫാൻറ്റം റോക്ക്, സൂര്യനെല്ലി, മീശപ്പുലിമല ഇതെല്ലാം നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുമോ ഇവിടെ നിന്ന്. 25 പേർക്കോളം സ്റ്റേ ചെയ്യാൻ പറ്റുമോ നമ്മുടെ ഇവിടെ. നമ്മുടെ വണ്ടിയും കയറി വരും. അടുത്ത വീഡിയോ കാണുന്നവരെ പപ്പേട്ടാ. വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാ മച്ചന്മാർക്കും നന്ദി കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.